ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഐഷൂസ് വ്ളോഗ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല നാടൻ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പച്ചരി പൊടിച്ചത് 1 ഗ്ലാസ്, നമ്മൾ സാധാരണ പുട്ടിനൊക്കെ പൊടിക്കുന്ന പോലെ പൊടിച്ചെടുത്താൽ മതി. പിന്നെ വേണ്ടത് മൈദപ്പൊടിയാണ്. ഞാൻ അതേ ഗ്ലാസ്സിൽ ഒരു 1/2 ഗ്ലാസ്സാണ് മൈദപ്പൊടി എടുത്തിരിക്കുന്നത്. അടുത്തതായി ശർക്കര പാനി തയ്യാറാക്കാം. അതിന് വേണ്ടി ഒരു 3 ശർക്കര എടുത്ത് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.25 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം. ശർക്കര പാനി തയ്യാറാക്കുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കണം. ഇപ്പം നമ്മുടെ ശർക്കര പാനി റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്കിതൊരു അരിപ്പ വെച്ച് അരിച്ചിട്ട് ചൂടാറാൻ വെക്കാം. ചൂടാറിയതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടിയുടെ മൈദപ്പൊടിയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ശർക്കര പാനി ഒഴിക്കുമ്പോൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും. ഇങ്ങനെ മിക്സ് ആക്കിയതിന് ശേഷം ഒരു 6 to 8 മണിക്കൂർ വരെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ ഒരു 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറാക്കിയെടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ കരിഞ്ജീരകം ഒന്ന് വറുത്തെടുക്കണം. കരിഞ്ജീരകം പൊട്ടുന്ന സൗണ്ട് വരുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഏതാണ്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 2 പഴമാണ്. പാളയംകോടൻ പഴം അഥവാ മൈസൂർ പഴം എന്നൊക്കെ ഇതിന് പറയും. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ പഴം എടുക്കാം, പക്ഷേങ്കിൽ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ നാച്ചുറൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഈ ഒരു പഴമാണ് സാധാരണ എടുക്കാറ്. ഇനി ഇതൊന്ന് മിക്സിയിലിട്ട് നല്ലോണം അടിച്ചെടുക്കാം. ഇനി ഇത് നേരത്തെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച ഉണ്ണിയപ്പത്തിൻ്റെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഏലക്കായും ജീരകം കൂടി പൊടിച്ചത് ഒരു 3/4 ടേബിൾ സ്പൂണ്. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇതിലേക്ക് ചേർക്കുക. എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തതിന് ശേഷം ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് ഉണ്ണിയപ്പത്തിന് വേണ്ടത്. ഇനി ഉണ്ണിയപ്പ ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് ചൂടാവാൻ വെക്കുക. ഉണ്ണിയപ്പ ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ കുഴിയിലേക്കായിട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് എടുക്കുമ്പോൾ നമ്മൾ സ്പൂൺ കൊണ്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് വേണം എടുക്കാൻ. പിന്നെ ഇത് മീഡിയം ഫ്ലെയിമിലിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഹൈ ഫ്ലെയിമിലിട്ട് എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഉൾഭാഗം വെന്ത് കിട്ടില്ല, പക്ഷേ പുറം ഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവുകയും ചെയ്യും. പിന്നെ മാവ് ഒഴിക്കുമ്പോൾ നമ്മുടെ ഈ കുഴി ഫുള്ളാക്കാൻ നിൽക്കണ്ട, അതിന്ന് കുറച്ച് താഴെയായിട്ട് ഒഴിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ സൈഡൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഉണ്ണിയപ്പമൊക്കെ തിരിച്ചിട്ട് കൊടുക്കാം. ഉണ്ണിയപ്പത്തിൻ്റെ 2 സൈഡും നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് എടുത്തു മാറ്റാം. അപ്പോൾ നമ്മുടെ നാടൻ സ്റ്റൈലിൽ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമ്മളിതിൽ ബേക്കിംഗ് സോഡ ഒന്നും ചേർത്തിട്ടില്ല, പക്ഷേ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു റെസിപ്പിയായിട്ട് കാണാം. ബായ്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ബെൽ ഐക്കൺ പ്രസ് ചെയ്താൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. താങ്ക് യു.